ആദ്യമായിട്ട് വന്ദേ ഭാരത് ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോട് കോഴിക്കോടിൻ്റെ കോൺവെക്കേഷന് ബന്ധിപ്പിച്ച് ആദ്യത്തെ വന്ദേ ഭാരത് യാത്രയ്ക്കായിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. നമ്മളെ ട്രെയിൻ വരുവാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഫസ്റ്റ് ടൈമാണ് വന്ദേ ഭാരത്. ഇറങ്ങിയിട്ട് കുറേ നാളായി. ഇപ്പോഴാണ് കയറുന്നത്. ആ പെട്ടി പോയി. വന്ദേ ഭാരതിലെ സീറ്റുകളിലൂടെയാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പം എറണാകുളം ജംഗ്ഷൻ കഴിഞ്ഞു. ഓരോ കമ്പാർട്ട്മെൻ്റ് കഴിയുമ്പോഴും ഓരോ ഡോറൊക്കെ ഉണ്ട്. കൊള്ളാം. ഒരു ടോയ്ലറ്റ്, ആ ടോയ്ലറ്റിന് പ്രത്യേക തരം ഒരു ടോയ്ലറ്റാണ്. എവിടെ ടോയ്ലറ്റ്? ഇവിടെ നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൻ്റെ പോലത്തെ ടോയ്ലറ്റ് അല്ലേ? ഹൈ ഗൈസ്, നമ്മളിപ്പോൾ അലഞ്ഞു തിരിഞ്ഞിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ റൈസ് ഉണ്ട്, ചിക്കൻ കറി, ഇതെന്തുവാന്ന് എനിക്ക് മനസ്സിലാവില്ല. ദാലാന്ന് തോന്നുന്നു, ദാൽ കറി. പിന്നെ ഇത് ചപ്പാത്തി, പിന്നെ കറണ്ട്, പിന്നെ ഇത് ഐസ്ക്രീം. ക്രീമാണ് രാത്രിയത്തെ ഫുഡ്. സത്തു വന്ദേ ഭാരതിലെ നമ്മൾ റൈസ് ഉണ്ട്, ചിക്കൻ കറി, ഇതെന്തുവാന്ന് എനിക്ക് മനസ്സിലാവില്ല. ദാലാന്ന് തോന്നുന്നു, ദാൽ കറി. പിന്നെ ഇത്
അറിയുന്നില്ല. അച്ചാറൊന്ന് വിചാരിച്ച് തൊട്ടൊക്കെ അങ്ങോട്ട് നോക്കി ചോറിലൊക്കെ ഒഴിച്ച് അങ്ങനെ നോക്കിയപ്പോഴാണ് സാനിറ്റൈസറാണെന്ന് കണ്ടത്. ആർക്കും അബദ്ധം പറ്റി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പലർക്കും അബദ്ധം പറ്റി കടമ്പുറത്ത് പറയാനതായിരിക്കും. മോളിലാണ് ഞങ്ങൾ ഒഴിച്ചത്. ആദ്യമേ നമ്മൾ ഫ്രൈഡ് റൈസ് ആയിരുന്നു. അപ്പോൾ അതിന് അച്ചാറ് കയറി പിടിക്കും. ഏതിനും അതൊരു അബദ്ധം പറ്റി. എല്ലാവർക്കും പറ്റുന്നൊരബദ്ധമാണ്. ആരും പുറത്ത് പറയില്ലായിരിക്കും. ഏതിനും നമ്മളെ കേസിൽ ഇപ്പം പുറത്ത് അറിഞ്ഞു. ഒരു തമാശയും ഒക്കെയാണ്. അതിനുള്ളിൽ പോയില്ല. പെട്ടെന്നൊക്കെ പോയി കഴുകിക്കൊണ്ട് വന്നു. ഇന്നും കഴിച്ചു. അവർ വന്നേ അതിന് ഫുഡൊക്കെ നല്ലത് തന്നെയായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചപ്പാത്തിയും പൊറോട്ടയും റൈസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വന്നേ അതിൽ എന്നും ഓർമ്മിക്കാൻ പറ്റുന്നൊരു അനുഭവം കിട്ടിയിട്ടുണ്ട്. അതിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ.